നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം കളരിപ്പയറ്റിൽ ഇന്ന് പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന വാളുകളുടെ ചരിത്രപരമായ ആധികാരികതയാണ്. ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഇന്ന് പല കളരികളിൽ ഉപയോഗിക്കുന്ന വാളുകളുടേതാണ്. ഇതിൽ ഏതെല്ലാമാണ് ചരിത്രപരമായി കേരളീയമെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിലുള്ള വാളുകളെല്ലാം കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും എത്തിയത് തന്നെ യൂറോപ്യരുടെ വരവോടുകൂടിയാണ്. യൂറോപ്യൻ മിലിറ്ററി സേബർ മാതൃകയിലുള്ളവയാണ് ഇന്ന് പല കളരികളിലും നമ്മൾ നിർമ്മിച്ച് പരിശീലനത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഉദിക്കുന്ന ചോദ്യമാണ്, കേരളത്തിൻ്റെ തനതായ വാളുകൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് വൈദേശിക വാളുകളുടെ മോഡലുകൾ കേരളത്തിൻ്റെ കളരിപ്പയറ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ. എൻ്റെ അറിവിൽ ഈ വിഷയത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു പുസ്തകം ചരിത്ര പ്രൊഫസറായ ശ്രീ കെ വിജയകുമാറിൻ്റെ കളരിപ്പയറ്റ് കേരളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ അക്കാഡമിക് തലത്തിൽ ഗവേഷണ ബുദ്ധിയോടുകൂടിയാണ് ശ്രീ വിജയകുമാർ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പ്രാദേശിക രാജ്യ ഭരണ റെക്കോർഡുകൾ, വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ, വടക്കൻ പാട്ടുകൾ, ഇന്ന് പുറത്തു വന്നിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങൾ മുതലായവയെ ആധാരമാക്കിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പണ്ടുകാലത്ത് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന വാളുകളെക്കുറിച്ചും അത് എന്തുകൊണ്ടായിരിക്കാം അപ്രത്യക്ഷമായതിനെക്കുറിച്ചും ഏത് സാഹചര്യത്തിലാണ് ഇന്നത്തെ തരത്തിലുള്ള വാളുകൾ കേരളത്തിൻ്റെ കളരി പരിശീലനത്തിൽ എത്തപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത്, വിരലിലെണ്ണാവുന്ന കുറച്ച് കളരികൾ ഒഴിച്ച് ബാക്കി എല്ലാ കളരികളിലും പുതിയതരം വാളുകൾ തന്നെയാണ് പരിശീലനത്തിനായി ഉപയോഗിക്കുന്നത് എന്നാണ്. ശ്രീ വിജയകുമാറിൻ്റെ അഭിപ്രായത്തിൽ 3 തരം വാളുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. 1 ചുരിക, 2 കടുത്തില, 3-മത്തത് ഇരുതല മൂർച്ചയുള്ള നീണ്ട ഉടവാൾ. കേരളത്തിൽ പണ്ട് വളരെ പ്രചാരമുണ്ടായിരുന്ന ഒരു ആയുധമായിരുന്നു ചുരിക. ഇന്ന് ചില ക്ഷേത്രങ്ങളിലും ചുരുക്കം ചില കളരികളിലും തെയ്യം പോലുള്ള കലാരൂപങ്ങളിലും മ്യൂസിയങ്ങളിലും മറ്റും മാത്രമേ ചുരികയെ കാണാൻ കഴിയുകയുള്ളൂ. ചുരിക എന്താണെന്ന് ശരിക്കറിയാത്ത പലരും കളരിപ്പയറ്റ് രംഗത്ത് പോലുമുണ്ട്. ചിലർ ഇതിനെ ഉറുമിയുടെ പര്യായമായി കാണുന്നു. ചിലർ കരുതുന്നത് ചുരിക കടാരമാണെന്നാണ്. വേദകാലഘട്ടത്തിൽ ഇല എന്ന അർത്ഥം വരുന്ന പത്ത എന്ന വാക്ക് വാളുകൾക്ക് പര്യായമായി ഉപയോഗിച്ചിരുന്നു. ഇലയുടെ മാതൃകയിലുള്ള ചുരിക പോലുള്ള ആയുധങ്ങളെ ആയിരിക്കാം ഇത് സൂചിപ്പിച്ചിരുന്നത് എന്ന് കരുതാം. ചുരികയുടെ മാതൃകയിലുള്ള വാളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നിലവിലുണ്ടായിരുന്നു എന്ന് പുരാതന ആയുധങ്ങളുടെ ഗവേഷകനായ PS റോസൻ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സോഡ് എന്ന പുസ്തകത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ചുരിക പോലുള്ള ആയുധങ്ങളുടെ വളർച്ചയും അതിൻ്റെ ആകൃതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു. നിലവിൽ പുറത്തു വന്നിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങളിലും വടക്കൻ പാട്ടുകളിലും എല്ലാം തന്നെ ചുരികപ്പയറ്റിനാണ് പ്രാധാന്യം കാണുന്നത്. ഇന്ന് ഏതെങ്കിലും കളരികളിൽ ചുരികപ്പയറ്റ് അഭ്യസിക്കുന്നതായി എൻ്റെ അറിവിലില്ല. പക്ഷേ പ്രൊഫസർ ഫിലിപ്പ് സെറേലി തൻ്റെ കളരിപ്പയറ്റ് പുസ്തകമായ വെൻ ബോഡി ബിക്കംസ് ഓൾ ഐസ് എന്ന പുസ്തകത്തിൽ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. പാലക്കാടുള്ള ഒരു ജയകുമാർ ഗുരുക്കൾ ചുരിക ഉപയോഗിച്ച് പയറ്റുന്ന ചിത്രമാണിത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ പറ്റിയോ ഇദ്ദേഹത്തിൻ്റെ കളരിയിലെ ചുരികപ്പയറ്റിനെയോ പറ്റി അറിയാവുന്നവർ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ചുരിക പോലെ തന്നെ വളരെ പ്രചാരമുണ്ടായിരുന്ന മറ്റൊരു ആയുധമായിരുന്നു കടുത്തില. തോട്ടക്കാരൻ്റെ വളഞ്ഞ കത്തി എന്നൊക്കെയാണ് വിദേശ സഞ്ചാരികൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. പല താളിയോല ഗ്രന്ഥങ്ങളിലും ചുരികപ്പയറ്റിനോടൊപ്പം തന്നെ കടുത്തിലപ്പയറ്റിൻ്റെ വായ്ത്താരി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും നേപ്പാളിലും ഇത്തരത്തിലുള്ള മുൻപോട്ട് വളഞ്ഞ വാളുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇന്നും പല പാരമ്പര്യ കളരികളിലും ചുരികയോടൊപ്പം തന്നെ കടുത്തിലയും മറ്റ് ആയുധങ്ങൾക്കൊപ്പം വയ്ക്കാറുണ്ട്.
എന്നാൽ കണ്ണൂരിലെ ചില അപൂർവം കളരികളിൽ ഇന്നും കടുത്തുല ഉപയോഗിച്ച് പയറ്റുന്നു. പുതിയതരം വാളുകൾക്കൊപ്പം കടുത്തുല പയറ്റും പരിശീലിച്ചു പോരുന്നു. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന വാളുകൾ സ്ഥാനചിഹ്നമായും മറ്റും ഉപയോഗിച്ചിരുന്നതായി കാണാവുന്നതാണ്. നീണ്ട് ഇരുതല മൂർച്ചയുള്ള വാളുകളും വളഞ്ഞ് ഒരുതല മൂർച്ചയുള്ള വാളുകളും അന്ന് ഉപയോഗിച്ചിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും തൽവാർ മോഡലുള്ള വാളുകളും കേരളത്തിൽ പ്രചരിച്ചു. ഇതുകൂടാതെ ഇന്ത്യയുടെയും യൂറോപ്പിൻ്റെയും സമന്വയിപ്പിച്ചുള്ള വാളുകളായ ഫിറങ്കികളും കേരളത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ മറ്റു തരത്തിലുള്ള വാളുകളും കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതുവാൻ. വിദേശികളുടെ കുറിപ്പുകളിലും അവർ വരച്ച ചിത്രങ്ങളിലും ചില വാളുകൾ ഈ മൂന്ന് തരത്തിലും പെടാത്തവയാണ്. ഉത്തരേന്ത്യയിൽ സാധാരണ കണ്ടുവരാറുള്ള ഖാണ്ട എന്ന വാള് കൊച്ചി രാജാവിൻ്റെ പടയാളികൾ ഉപയോഗിക്കുന്നതായി നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇനി ഈ പറഞ്ഞ വാളുകളെല്ലാം തന്നെ എങ്ങനെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്നാണ്. 1804 ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ആയുധ നിരോധനവും കണ്ടുകെട്ടലുമാണ് ഇതിന് ഉത്തരം. അന്ന് കണ്ടുകെട്ടിയ ധാരാളം ആയുധങ്ങൾ ഇന്നും വിദേശ മ്യൂസിയങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ശേഖരങ്ങളിലും കാണാം. ഇന്ത്യൻ ആയുധങ്ങളെ പറ്റിയുള്ള കൂടുതൽ പുസ്തകങ്ങളും ഗവേഷണങ്ങളും ഇത്തരം ആയുധങ്ങളെ ആധാരമാക്കിയാണ് നടത്തിയിട്ടുള്ളത്. ശ്രീ സി വി നാരായണൻ നായർ, ശ്രീ ശ്രീധരൻ നായർ എന്നിവരായിരുന്നു ഈ പുനരുദ്ധാരണ ശ്രമങ്ങൾക്ക് ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഗുരുക്കന്മാർ. ഇവരെ കൂടാതെ മറ്റു പല ഗുരുക്കന്മാരും പിന്നീട് ഈ മേഖലയിലേക്ക് വരികയും കളരിപ്പയറ്റിന് മഹത്തായ സംഭാവനകൾ നൽകുകയും ചെയ്തു. സാമ്പത്തിക വിദ്യാഭ്യാസ ഭദ്രതയുണ്ടായിരുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്ന ഈ യുവ ഗുരുക്കന്മാർ തങ്ങളുടെ ജീവിതം ഇതിനായി സമർപ്പിച്ചു. അന്ന് ജീവിച്ചിരുന്ന ശ്രീ കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കളെ പോലുള്ള പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ മനസ്സിൽ നിന്ന് ഈ വിദ്യകൾ മായുന്നതിനു മുൻപ് തന്നെ പഠിക്കാവുന്നത്രം പഠിക്കാൻ ഇവർ ശ്രമിച്ചു. എന്നാൽ ഈ കാലഘട്ടമായപ്പോഴേക്കും കളരിയിലെ പല വിദ്യകളും എന്നേക്കുമായി നഷ്ടമായി പോയിരുന്നു. പ്രത്യേകിച്ചും കളരിപ്പയറ്റിലെ ആയുധങ്ങളുമായി സംബന്ധിച്ച വിദ്യകൾ. 1804 ആയുധ കണ്ടുകെട്ടലിൻ്റെ കാലത്ത് തന്നെ ഇവിടെ തോക്കുകളും മറ്റും വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഈ നിയമങ്ങളൊക്കെ മാറി കളരിപ്പയറ്റിൻ്റെ പുനരുദ്ധാരണ കാലമായപ്പോഴേക്കും ഇങ്ങനെയുള്ള പല ആയുധവിദ്യകളും നമുക്ക് നഷ്ടമായി പോയി എന്ന് വേണം കരുതുവാൻ. അന്ന് പണ്ട് നിലവിലുണ്ടായിരുന്ന ചുരിക, കടുത്തില പോലുള്ള ആയുധങ്ങളുടെ വായ്ത്താരിയും വിദ്യകളും പുതിയ രീതിയിൽ അവതരിപ്പിച്ച് നിർമ്മിച്ചതാവാം ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മിക്ക വാൾപ്പയറ്റ് മുറകൾ. പഴയ രീതിയിലുള്ള ചുരികകളും കടുത്തിലകളും നിർമ്മിക്കാനുള്ള വിദ്യയും കൂടി നഷ്ടപ്പെട്ടു പോയിരുന്നിരിക്കാം. ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അന്ന് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ആയുധങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത്. നമ്മൾ പഴയ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ ഉപയോഗിച്ചത് പലതും ബ്രിട്ടീഷ് മോഡലിലുള്ള മിലിറ്ററി സോഡുകളും അല്ലെങ്കിൽ പ്രാദേശിക പോലീസുകാരുപയോഗിച്ചിരുന്ന വാളുകളും മറ്റുമായിരുന്നത്. ചില ചിത്രങ്ങളിൽ വെസ്റ്റേൺ ഫെൻസിങ്, സ്പോർട്സ് ഫെൻസിങ്ങിൻ്റെ വാളുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നും ചില കളരികളിൽ ഉടവാൾ പയറ്റ് എന്ന് പറഞ്ഞ് പരിശീലിക്കുന്ന വിദ്യകൾ ഫെൻസിങ് സോഡ് വെച്ചാണ് പയറ്റുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉയരാം, ഏത് തരത്തിലുള്ള വാളായാലും എന്താണ്, പരിശീലനം നടത്തിയാൽ പോരെ, ഒരു വടിവെച്ച് വേണമെങ്കിലും വാൾപ്പയറ്റ് പരിശീലിക്കാമല്ലോ എന്നൊക്കെ. അതിനെ ഞാൻ എതിർക്കുന്നില്ല. എങ്കിലും പലതരം വാളുകൾക്ക് പലതരം അഭ്യാസ രീതികളാണ് ലോകത്തെമ്പാടും പരിശീലിച്ചു പോരുന്നത്. ഇന്ത്യൻ വാളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിടിയാണ്, അതിൻ്റെ ഹിൽറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യ കേരളീയ വാളുകൾക്ക് ഇതിനെ ഹിന്ദു ബാസ്ക്കറ്റ് ഹിൽറ്റ് എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് പിന്നീട് വന്ന തൽവാർ മോഡലിലും കാണപ്പെടുന്നത്. അതിൻ്റെ ഷേപ്പിൽ അല്പം വ്യത്യാസമുണ്ടെങ്കിലും ഈ കൈപ്പിടിയുടെ അളവിൽ വളരെ സാമ്യമാണ് തൽവാറിലും ഇന്ത്യൻ പഴയ ഇതിലും പുരാതനമായ വാളുകളിലും.
ഈ ഹിന്ദു ബാസ്ക്കറ്റ് ഹിൽറ്റിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒരു കൈ കഷ്ടിച്ച് പിടിക്കാവുന്ന സ്പേസേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പം ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സോഡുകളുടെ ഒരു പ്രത്യേകത എന്നാൽ നമുക്ക് റിസ്റ്റ് വെച്ച് വാളിനെ മൂവ് ചെയ്യാം. കൂടുതലും വാൾ കറക്കങ്ങളും മറ്റും റിസ്റ്റ് വെച്ചാണ്. അതേസമയം ഹിന്ദു ബാസ്ക്കറ്റ് ഹിൽറ്റ് എന്ന ഇന്ത്യൻ പരമ്പരാഗത കൈ പിടികളിൽ നമുക്ക് അത് സാധ്യമല്ല. കാരണം അതിൻ്റെ ഒരു ഡിസ്ക് നമ്മുടെ കയ്യിൽ തട്ടും. അപ്പം അതിൽ കൂടുതലും ഇന്ത്യൻ വാളുകൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് കട്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കൈമുട്ടും നമ്മുടെ ഷോൾഡറും ഉപയോഗിച്ചാണ് വാളിൻ്റെ പ്രയോഗങ്ങൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കളരിപ്പയറ്റി കാണുന്ന വെട്ടുകൾ, വെറും കൈ മുറകളിൽ കാണുന്ന വെട്ടുകൾ, അതേ രീതിയിൽ തന്നെയായിരുന്നു പണ്ട് ഇന്ത്യൻ വാളുകളും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വാൾ ചുഴിക്കലുകൾ പഴയ വാൾ വെച്ച് സാധ്യമാവുകയില്ല എന്നാണ് ഈ പറയുന്നത്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ വാളുകളുടെ രൂപം അനുസരിച്ച് നമ്മുടെ കളരിപ്പയറ്റിൻ്റെ മെത്തേഡുകളിൽ വളരെ വ്യത്യാസങ്ങൾ വരും. അപ്പം എല്ലാ കാലഘട്ടത്തിലും ടെക്നോളജി അനുസരിച്ച് മുറകളിൽ വ്യത്യാസം വരാറുണ്ട്. അതുതന്നെയാണ് കളരിപ്പയറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കളരിപ്പയറ്റിൻ്റെ പുനരുദ്ധാരണ കാലഘട്ടത്തിൽ പണ്ട് നിലവിലുണ്ടായിരുന്ന ചുരികപ്പയറ്റിൻ്റെയും കടത്തിലപ്പയറ്റിൻ്റെയും വായ്ത്താരികളും ഓർമ്മയിൽ പഴയ ഗുരുക്കന്മാരുടെ ഓർമ്മയിലുണ്ടായിരുന്ന ടെക്നിക്കുകളും അവർ ഇപ്പം മിസ്സിംഗ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ചിലപ്പം മുച്ചാൻ പയറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒറ്റപ്പയറ്റിൽ നിന്നോ ഒക്കെ ചേർത്ത് ഇന്നത്തെ രീതിയിലേക്ക് നിർമ്മിച്ചെടുത്തതായിരിക്കാം. ഉദാഹരണത്തിന് മുച്ചാൻ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നതൊക്കെ വാൾപ്പയറ്റിലും ഇന്ന് കാണാവുന്നതാണ്. അത് പരമ്പരാഗത രീതിയിലുള്ള വാളുകളിൽ അത്തരം മൂവ്മെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതിൻ്റെ കാരണം വാളിൻ്റെ പിടിയാണ്. ഇപ്പോൾ ഇന്ന് കാണുന്ന കളരിയിലെ പിടികൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ വാളുകളുടെ പിടികളാണ്. ഉദാഹരണത്തിനായി ഇത് യൂറോപ്യൻ ഓഫീസേഴ്സ് മാതൃകയിലുള്ള ഒരു വാളാണ്. ഇത് നമ്മൾ ഇന്ന് കളരിപ്പയറ്റി കാണുന്ന വാളുകളുടെ പിടികളുമായി വളരെ സാമ്യമുള്ള വാളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ള സോഡുകളുടെ ട്രഡീഷണലി ഇങ്ങനെയുള്ള സോഡുകളിലെല്ലാം തന്നെ പ്രത്യേകത കൂടുതൽ റിസ്റ്റ് മൂവ്മെൻറ്റ് അനായാസമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ചുരിക്കലും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഈ ഭാഗങ്ങളിലില്ല. കൈമറയുണ്ട്. ഇതൊരു ഇന്ത്യൻ തൽവാറാണ്. ഇതും കൈമറയുള്ളത് തന്നെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ പിടിയാണ്. നമുക്കൊരു കൈ കഷ്ടിച്ച് കയറാവുന്ന രീതിയിലുള്ള ഒരു പിടിയാണ്. അപ്പോൾ തൽവാർ ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ ഇൻഫ്ലുവൻസിൽ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ആയുധമാണ്. ഇത് വളരെ പുവർ ആയിട്ടുള്ള ഒരു മോഡലാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഇപ്പോൾ പഴയ ഇന്ത്യൻ വാളുകൾക്കും ഉള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെയുള്ള ഡിസ്ക്. ഇത് പഴയ വാളുകൾക്ക് ഈ ഡിസ്ക് വളരെ വലുതായിരിക്കും. അപ്പം ഈ ഡിസ്ക് ഇവിടെ തട്ടുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ റിസ്റ്റ് വെച്ചുള്ള മൂവ്മെൻറ്റുകൾ സാധ്യമാകത്തില്ല. അങ്ങനെ റിസ്റ്റ് വെച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഡിസ്ക് വലുതാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. കാരണം നമ്മുടെ പഴയ ഇന്ത്യൻ സോൾ ഫൈറ്റിംഗ്, കളരിപ്പയറ്റ് പോലുള്ള ഫൈറ്റിങ്ങിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ കൈമുട്ടും ഷോൾഡറിനുമാണ് ബലം പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വെട്ടുന്നതിനെ ഡ്രോയിങ് കട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റിസ്റ്റ് കട്ട് ഇങ്ങനെയാണെങ്കിൽ ഡ്രോയിങ് കട്ട് ഈ രീതിയിലാണ്. അതായത് കളരിയിലൊക്കെ നമ്മൾ വെട്ടുന്നത് വെറും കയ്യിൽ വെട്ടുന്ന അതേ ആക്ഷനോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൂടാതെ ആയുധങ്ങളുടെ ഷേപ്പിൽ അതിൻ്റെ ആപ്ലിക്കേഷനിൽ വളരെ വ്യത്യാസങ്ങൾ വരും. ഉദാഹരണത്തിന് ഈ ഇരുതല മൂർച്ചയുള്ള വാളിന് നമുക്ക് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാം, അപ്വേർഡ് കട്ട് ചെയ്യാം, മേളിലോട്ട് കട്ട് ചെയ്യാം, താഴേക്കും മേളിലേക്കും സൈഡിലേക്കും എല്ലാം തന്നെ ഉപയോഗിക്കാം. അതേസമയം നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോൾ ഒരു തല മൂർച്ചയുള്ള വാളിൽ നമുക്ക് കൈ മൂർച്ചയില്ലാത്ത ഭാഗത്ത് കൈകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗം വെച്ച് അതിനൊരു സപ്പോർട്ട് കൂടി ചിലത് ബ്ലോക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇരുതല മൂർച്ചയുള്ളത് കൊണ്ട് പറ്റില്ല. അതുപോലെ ഇങ്ങനെ കറക്കി വാൾവലിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പല പ്രയോഗങ്ങളും ഒരു തല മൂർച്ചയുള്ളതാണെങ്കിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോ ഞാൻ നിർമ്മിക്കാനുണ്ടായ പ്രധാന കാരണം, ഈ അടുത്ത കാലത്തായി അന്താരാഷ്ട്ര പുരാതന ആയുധങ്ങളുടെയും ആയോധന കലകളുടെയും ഫോറങ്ങളിലും സെമിനാറുകളിലും ഉണ്ടായ ചർച്ചകളുടെ ആയി ബന്ധപ്പെട്ടാണ്. അതിലെല്ലാം തന്നെ അവർ ചോദിക്കുന്നത് ഈ പൗരാണികത അവകാശപ്പെടുന്ന ഇന്ത്യൻ ആയോധന കലകളിൽ, അത് കളരിപ്പയറ്റ് ഉൾപ്പെടെ, മറ്റ് മഹാരാഷ്ട്രക്കാരുടെ മർദാനി കേൽ, ഒറീസ, തമിഴ്നാട് ഇവിടങ്ങളിലൊക്കെയുള്ള ആയോധന മുറകളെ എല്ലാം കൂടെ ചേർത്ത് അവർ ചോദിക്കുകയാണ്, ഇത്രയും പൗരാണികത അവകാശപ്പെടുന്ന ഇന്ത്യൻ ആയോധന കലകളിൽ എന്തുകൊണ്ടാണ് യൂറോപ്യൻ മോഡലിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്? പിന്നീട് അവർ ചോദിക്കുന്നത്, പരമ്പരാഗത ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ന് കാണുന്ന പല അഭ്യാസങ്ങളും കാണിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഇവർ ഇതെല്ലാം പുതുതായി നിർമ്മിച്ചെടുത്തതാണോ എന്നൊക്കെയാണ്. ഇതിലെല്ലാം കണ്ടുവരുന്ന ഒരു പൊതുവായ കാര്യം, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ആൾക്കാർ വിദേശീയരും ആൻറ്റീക് സോൾഡ് കളക്ടേഴ്സും മാർഷൽ ആർട്സിനെ ആയിട്ട് ബന്ധപ്പെട്ട് വാളുകളെക്കുറിച്ച് പഠിക്കുന്നവരും മറ്റുമാണ്. ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്ത്യൻ ആയുധങ്ങളെ പറ്റി ഇന്ന് ഇന്ത്യക്കാരെക്കാളും കൂടുതൽ അറിയാവുന്നത് ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും മറ്റുമാണ്. കാരണം നമ്മുടെ പഴയ ആയുധങ്ങൾ മുഴുവനും അവരുടെ കയ്യിലാണ്. ഇന്നും നമ്മുടെ മ്യൂസിയങ്ങളിൽ വളരെ കുറച്ച് സ്പെസിമെൻസേ ഉള്ളൂ. ഇന്ന് കളരിപ്പയറ്റ് പോലെ മറ്റ് ഇന്ത്യൻ ആയോധന കലകളെല്ലാം തന്നെ പഠിക്കുന്ന ആൾക്കാരുടെ ഹിസ്റ്റോറിക് നോളജ് വളരെ കഷ്ടമാണ്. നമ്മളെപ്പോഴും കൂടിപ്പോയാൽ പരശുരാമനിലോ അഗസ്ത്യനിലോ മാത്രമായി ഒതുങ്ങുന്നു. ഇവിടെയുള്ള വാളുകളെ പറ്റി ഏതൊക്കെ തരത്തിലുള്ള വാളുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല പലർക്കും. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഇവിടെയുള്ള റിസോഴ്സുകളുടെ ദൗർലഭ്യം മൂലമാണെന്നാണ്. നമുക്ക് വാളുകളെ പറ്റി പഠിക്കാനുള്ള അവസരങ്ങൾ തന്നെ കുറവാണ്. ഇവിടെ മ്യൂസിയങ്ങളിലൊക്കെ വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കേരളീയ ആയുധങ്ങളെ പറ്റിയൊന്നും ആരും എഴുതിയിട്ടോ സംസാരിക്കാറോ ഇല്ല. ഈവൻ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യൻ ആയുധങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിലേക്ക് പോകാതെ ഉത്തരേന്ത്യയിലെ ചില ആയുധങ്ങളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ യൂറോപ്പിലും മറ്റുമുള്ള മ്യൂസിയങ്ങളിലും മറ്റുമുള്ള ആയുധങ്ങളെ പറ്റി വിവിധതരം ബുക്കുകളും റിസർച്ചുകളും അന്താരാഷ്ട്ര തലത്തിൽ നടത്തി അതിനെ അനലൈസ് ചെയ്ത് അവരോരോ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ സീരീസ് തന്നെ തയ്യാറാക്കുന്നത്. ഇതിൽ പല ആയുധങ്ങളെ പറ്റിയുള്ള ബുക്കുകളെ പറ്റിയും ബുക്കുകളിലുള്ള അറിവുകളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കൂടുതലും ഒരു നോളജ് ഷെയറിങ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇതിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക. ഇനി ഇതുപോലുള്ള കളരിപ്പയറ്റിനെ കുറിച്ചുള്ള വീഡിയോകളുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.